നല്ല വെന്തുടഞ്ഞ കപ്പയും നല്ല ചൂട് ചോറും സലാഡും നല്ല വരട്ടിയെടുത്ത ബീഫ് കറിയും. ഞാനിന്ന് വന്നിട്ടുള്ളത് ആര്യനാടുള്ള ബ്രീസ് ഹോട്ടലിലാണ്. ഇവരെ കണ്ട എന്തായാലും നന്നായി. ഞാൻ ഗൂഗിൾ പേ ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത്. സൈഡൊക്കെ ഫുള്ള് കാടാണ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു കിഡിലൻ ഫുഡ് സ്പോട്ടാണ്. അധികം ആർക്കും അങ്ങനെ അറിയാത്ത ഒരു കുഞ്ഞു കടയിലാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഈ ID പോയിട്ട് ഫോളോ ചെയ്യുക. അതിൽ നമ്മൾ പോകുന്ന ലൊക്കേഷനൊക്കെ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് സ്പോട്ടുകൾ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ സ്പോട്ട് കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിപ്പെടുത്തിനാടി നീ കൊണ്ടുപോയി ഒളിപ്പിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടാ. എന്നിട്ട് തിരിച്ചു തന്നിട്ടല്ലേ ഞാൻ പോണം എവിടെയെങ്കിലും പോണം. ഗൈസ്, അങ്ങനെ സൺഡേ ആയിട്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റില്ല. ഒരു ഉച്ചയായപ്പോഴാണ് എണീറ്റപ്പോഴത്തേക്കും എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പോകണമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പോകാനായിട്ട് ഞാൻ ചൂസ് ചെയ്തൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ബ്രീസ് ഹോട്ടൽ. കുറേ നാളായിട്ട് ഞാൻ ഈ ലൊക്കേഷൻ പോകാനായിട്ട് ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് മാത്രമല്ല കുറച്ച് ദൂരെയും കൂടെ ആയത് കാരണം പെട്ടെന്ന് പോകാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ആണ്. ഇത് വന്നാലും ഇന്ന് പോകണമെന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എണീറ്റത്. കാരണം തലേദിവസം നമുക്ക് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നപ്പോൾ തന്നെ ഏകദേശം വെളുപ്പിന് 4 മണിയായി. എണീക്കാനായിട്ട് ഞാനും ലേറ്റായി. അപ്പോൾ 11 മണിയായി എണീറ്റപ്പോഴത്തേക്കും പോണ കാര്യം അടി പിടിച്ച ഒരവസ്ഥയിലായിരുന്നു. പിന്നെ യൂട്യൂബിൽ ഇപ്പം അത്യാവശ്യം റീച്ചും അല്ലെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ നമ്മൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം അത് നശിപ്പിക്കേണ്ട, നമ്മൾ അതിനായിട്ട് എഫർട്ട് ഇടണം എന്നുള്ളൊരൊറ്റ ചിന്തയിലാണ് ഞാൻ ഇന്ന് ഇറങ്ങി. കറക്റ്റ് ഒരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു. നല്ല എന്താ പറയുക, നല്ല ഉച്ച ടൈമും കൂടിയാണ്. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നേരെ നെടുവങ്ങാട് എത്തിയിട്ടാണ് ഞാൻ ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ നോക്കുന്നത്. നെടുവങ്ങാട് എത്തിയിട്ട് ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ നിന്ന് 15 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ബ്രീസ് ഹോട്ടൽ എന്നുള്ള ലൊക്കേഷനെല്ലാം കറക്റ്റ് കിട്ടി. ഞാൻ നെടുവങ്ങാട് അടുത്തെവിടെയാണ്ടാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം അവിടെ എത്തിയിട്ട് നോക്കിയപ്പോൾ പിന്നെയും 15 കിലോമീറ്ററാണ് കാണിച്ചത്. അപ്പോഴേ ഉള്ള മൂഡ് അത്രയും പോയി. പിന്നെ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ ആ തീരുമാനം എന്തായാലും തെറ്റിയില്ല. ഞാൻ പോയത് നല്ലൊരു ഡ്രൈവും കൂടിയായിരുന്നു. ഈ ഒരു ഫുഡ് സ്പോട്ടിലോട്ട് പോയതെങ്കിലും ഒറ്റയ്ക്കുള്ള ഒരു സോളോ ഡ്രൈവ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലായിരുന്നു. അങ്ങോട്ട് പോകും തോറും കുറച്ചും കൂടി ക്ലൈമറ്റ് ഭയങ്കര തണുത്ത ഒരു ക്ലൈമറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്തു. അടിപൊളിയായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്താനായി. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് ചെറിയ ഇതേപോലെ കുഞ്ഞൻ ഹോട്ടലുകൾ കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ നല്ലൊരു ഡ്രൈവൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ആ ഒരു ലൊക്കേഷൻ റീച്ച് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കിനി കാണാം. ഇതാണ് നമ്മൾ വന്ന ലൊക്കേഷൻ, ബ്രീസ് ഹോട്ടൽ. ഇതൊരു കുഞ്ഞൻ ഹോട്ടലാണ്. പേരെന്തോ? ആ, രാധേ. ഉമ്മനാണോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? രണ്ടുപേരുണ്ട്. വേറെ സ്റ്റാഫൊന്നും ഇല്ലല്ലേ? ആ, മക്കളൊന്നും? ആ, എല്ലാം വിറകടുപ്പിൽ തന്നെ. അപ്പോൾ വരുന്നവരൊക്കെ വിളിച്ചിട്ടൊക്കെ വരിക. കുറച്ച് മാത്രമേ അവർ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലി? ഈ ചോറ്, കപ്പ, അച്ചാറ്, സലാഡ്. മുളകില്ലേ ഇന്ന്? ഓ, അപ്പോൾ വരുന്നവർ ഇവർക്ക് മുളകും കൂടി സെറ്റാക്കിക്കൊണ്ട് വരിക. മുളക് കൂടെ കൊണ്ടുവന്ന മുളകും കൂട്ടി സെറ്റാക്കി കഴിക്കാം. എന്തെങ്കിലും ഇവരെല്ലാം എവിടെ ഉള്ള തന്നെ? എവിടെ നിന്ന് വന്നാ? ഉഴമലയ്ക്കൽ. എല്ലാവരും പാലോട് നിന്ന് വന്നോ? എന്തോട്ടാ അച്ചാറോ? ഇപ്പോൾ നല്ല നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല വെന്തുടഞ്ഞ കപ്പയും നല്ല വരട്ടിയെടുത്ത ബീഫ് കറിയും
അതിൻ്റെ ഒപ്പം നല്ല സലാഡും എല്ലാം കൂടി ചേർത്തിട്ട് ആ ഒരു ചോറിലിട്ടിട്ട് മിക്സ് ആക്കി കഴിക്കണം. അതൊരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. ഇത്രയും ദൂരെ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും അതെനിക്കൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇതൊക്കെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഈ അപ്പൂപ്പനും അമ്മുമ്മയും മാത്രമാണ് ഇവർ ഇത് കുക്ക് ചെയ്യുന്നത്. വേറെ സ്റ്റാഫോ കാര്യങ്ങളോ ഒന്നുമില്ല. വരുന്നവർ ജസ്റ്റ് വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം വരാൻ നോക്കുക. കാരണം അവർ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കൂ. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചൊന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം വരാൻ നോക്കുക. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല നാടൻ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല വെന്തുടഞ്ഞ നല്ലൊരു കപ്പയാണ്. കൂടെ ഈ ഒരു സ്ലോ കുക്ക് ചെയ്തെടുത്ത ബീഫൊക്കെ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കഴിച്ചു. നല്ല ഫീൽ തന്നെയായിരുന്നു. അതായത് ഏകദേശം ഫുള്ളായിട്ട് കഴിച്ചു. ഇവിടെ ഇരുന്ന ഈ ചേട്ടന്മാരൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. ഇവരില്ലാന്നെങ്കിൽ തേങ്ങാനോ ഇല്ലല്ലേ? ഫസ്റ്റ് ടൈം ആണ്. ഇവിടെ ഗൂഗിൾ പേ ഇല്ല. അപ്പം വരുന്നവർ ക്യാഷുമായിട്ട് വരാം. എനിക്ക് ക്യാഷ് ഇവരാണ് കൊടുക്കുന്നത്. ഞാൻ ഇവരൊക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഓ, മുന്നേ വന്നിട്ടുണ്ടോ അവിടെ? ആ ആ ഓക്കെ. ഈ ഒരു കുഞ്ഞു സ്പേസിലാണ് ഇവർ ഇതെല്ലാം കൊടുക്കുന്നത്. ഈ ഒരു അപ്പൂപ്പനും അമ്മുമ്മയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ വരുന്നവരൊക്കെ അതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ വരാൻ നോക്കാം. ഇവരെ കണ്ട എന്തായാലും നന്നായി. ഞാൻ ഗൂഗിൾ പേ ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നാ. ഇല്ലായിരുന്നെങ്കിൽ പെട്ടേന. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നവർ വിളിച്ച് കൺഫേം ചെയ്തിട്ട് ശേഷം മാത്രം വരാൻ നോക്കുക. ഇവിടെ ഇവർ ഒരുപാട് ഓർഡർ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഫുഡ് ഉണ്ടോയെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ വരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു ചേട്ടാ. അപ്പോൾ അടിപൊളിയായിരുന്നു. വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമേ വരുള്ളൂ. ഓക്കെ, സംഭവം ഞാൻ പ്രതീക്ഷിച്ചതിലും ദൂരം കൂടുതലായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നല്ല ഫുഡായിരുന്നു. നല്ല ഹോംലി ഫീലുള്ള നല്ല കിടിലൻ ഫുഡ്. ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഇത്രയും ദൂരം വരണമെന്ന് ഞാൻ പറയില്ല. എന്നാലും പറ്റുന്ന ആൾക്കാരൊക്കെ വന്ന് ട്രൈ ചെയ്യുക. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. അവിടെ നിന്ന് കുറച്ചൊക്കെ ദൂരം എത്തിയപ്പോഴത്തേക്കും ആര്യനാട് ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തളർന്നു ഗൈസ്, തളർന്നു. ഓക്കെ, സ്ഥിരം കാറിൽ പോകാനുള്ള ഫണ്ടില്ലാത്തത് കൊണ്ട് ഇതുപോലെ ബൈക്കിൽ കിടന്ന് പോവേണ്ട അവസ്ഥയാണ്. എന്തായാലും ഒന്ന് കിടക്കാൻ പോവാണ്. എണീറ്റിട്ട് മൂടുണ്ടെങ്കിൽ ചിലപ്പോൾ കടന്നു പോകും.